lectures on law. Kerala Law Entrance Examination 2024 സിലബസിന്റെ പാർട്ട് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ IPC പാർട്ടിലെ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു പാർട്ടാണ്. എല്ലാ ലോ എൻട്രൻസ് എക്സാമിനേഷനും ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക. ഈ പാർട്ടിൽ നിന്ന് എന്തായാലും 1, 2, 3 MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോവാം. ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? എക്സെപ്ഷൻ, കുറച്ച് ഒഴിവുകൾ തന്നേക്കുന്നു, എക്സെപ്ഷൻ തന്നേക്കുന്നു, ആനുകൂല്യങ്ങൾ. അതായത് നോർമലി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യും? ഒരു ക്രൈം ആണ്, ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ ചെയ്തത് അത് റോങ്ഫുൾ ആയിട്ടുള്ളതാണ്, തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു ലംഘനമോ പ്രവൃത്തിയോ നമ്മൾ നടത്തിയതെങ്കിൽ നമുക്കതൊരു ക്രൈം ആയിട്ട് കണക്കാക്കുകയും IPC അണ്ടറിൽ അതിന് പണിഷ്മെന്റും ഉണ്ട്. പക്ഷെ പലതരത്തിലുള്ള ഒഫൻസസിനെ കുറിച്ച് IPCയിൽ നമ്മൾ ഇനി പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഒഫൻസസ് ചെയ്താലും എല്ലാ ഒഫൻസസിനും ഈ പറയുന്ന എക്സെപ്ഷൻസ് ജനറൽ ആയിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കുറ്റങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻസ്, ഒഴിവുകൾ ബാധകമാണെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ നമുക്കത് തോന്നുകയാണ്, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അതൊരു ക്രൈം ആണ് ചെയ്തത്, ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു തെറ്റാണ്, അതൊരു ക്രൈം ആണെന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിലും അതിന് ലയബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാകില്ല. അതായത് ആ വ്യക്തിയെ ക്രിമിനൽ ലയബിലിറ്റി കൊടുക്കുകയോ ആ വ്യക്തിയെ പണിഷ് ചെയ്യുകയോ ചെയ്യില്ല. കാരണം എന്താണ്? ആ എക്സെപ്ഷന്റെ ആ ഒരു അണ്ടറിൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്താലും ആ വ്യക്തി എന്ത് ചെയ്യില്ല? ക്രിമിനൽ ലയബിലിറ്റി കൊടുത്ത് പണിഷ് ചെയ്യില്ല. പണിഷ് ചെയ്യാതെ ഈ ഒരു ജനറൽ എക്സെപ്ഷൻസിന്റെ അണ്ടറിൽ ഏതെങ്കിലും ആണ് എങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നും ആ ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുള്ള എക്സെപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്തു കഴിയുമ്പോഴേക്കും ഞാൻ പറയാണ്, ഞാൻ മദ്യലഹരിയിലായിരുന്നു ചെയ്തത്, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഒക്കെ പറയും. നമ്മൾ ഓരോരോ ഡിഫൻസസ് കോടതിയിൽ എടുക്കില്ലേ ഓരോരോ കേസസിലും? എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി പോയതായിരുന്നു ഫാക്റ്റില്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരോ നമ്മൾ എക്സ്ക്യൂസസ് എടുക്കും. അപ്പൊ ഈ ജനറൽ ആയിട്ടുള്ള എക്സെപ്ഷൻസ് എന്ന് പറയാൻ കാരണം എല്ലാ ഒഫൻസസിനും IPCയിൽ ഏതൊക്കെ ഒഫൻസസ് പറയുന്നുണ്ടോ ആ ഒഫൻസസിന്, കുറ്റങ്ങൾക്ക് എല്ലാം ഈ എക്സെപ്ഷൻസ് ബാധകമാണ്. അല്ലാതെ ഒരു ഒഫൻസ് എടുത്തിട്ട് കിഡ്നാപ്പ് പറഞ്ഞിട്ട് കിഡ്നാപ്പിന് ഈ പറയുന്ന എക്സെപ്ഷൻസ് ബാധകമാ, ഇനി അടുത്തത് റോബറി പറഞ്ഞിട്ട് റോബറിക്ക് ഇത് ബാധകമാ, മർഡറിന് ഇത് ബാധകമാ, അങ്ങനെ പറയുന്നില്ല. എല്ലാ ഒഫൻസസിനും IPCയുടെ അണ്ടറിൽ ഏതൊക്കെ കുറ്റങ്ങൾ പറയുന്നുണ്ടോ ആ കുറ്റങ്ങൾക്ക് എല്ലാം ഈ പറയുന്ന എക്സെപ്ഷൻസ് ജനറലി ബാധകമാണ്, എടുക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ എക്സെപ്ഷൻസിനെ കുറിച്ച് പറയുന്നത് 76 തൊട്ട് 106 വരെയുള്ള സെക്ഷൻസിലാണ്. ചാപ്റ്റർ 4 നോക്കുന്നത്. IPCയുടെ ചാപ്റ്റർ 4 അത് ഓർക്കുക. ചാപ്റ്റർ 4 സെക്ഷൻ 76 തൊട്ട് 106 വരെയുള്ള സെക്ഷൻസിലാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കുന്നത്. 76 തൊട്ട് 106 വരെ ഉണ്ട്. ഒരുപാട് സെക്ഷൻസ് ഉള്ള ഒരു ഏരിയ ആണ്. പാർട്ട് 4 അപ്പൊ അതിൽ ഏതൊക്കെയാണ് ജനറൽ എക്സെപ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഫാക്റ്റിൽ എന്തെങ്കിലും തെറ്റുപറ്റി, അതായത് നമുക്ക് എന്താണോ ആ ഒരു സിറ്റുവേഷൻ, ആ ഫാക്റ്റിൽ നമുക്ക് തെറ്റുപറ്റിയതാണ്. ലോയിലല്ല, ശ്രദ്ധിക്കുക, അവിടെ നിയമത്തിലല്ല നമുക്ക് തെറ്റുപറ്റിയത്, ഫാക്റ്റിൽ തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് അത് എടുക്കാം. അത് പറയുന്നത് സെക്ഷൻ 76 79 6 9. ഇനി അടുത്തത് ജുഡീഷ്യൽ ആക്ട്, അതായത് ജുഡീഷ്യറിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, അതായത് ഒരു ജഡ്ജ് എന്തെങ്കിലും പ്രവർത്തിച്ച സമയത്ത് അവിടെ ജുഡീഷ്യറിയുടെ ആക്ടുകൾക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ്, അവർക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ജുഡീഷ്യൽ ആക്ടുകൾ കൊടുക്കുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത് 77 78 സെക്ഷനിലുമാണ് പറയുന്നത്. ഇനി ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രത്യേകിച്ച് നമുക്കൊരു ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു, അത് നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധയൊക്കെ എടുത്തിട്ടും സംഭവിച്ചു പോയതാണ് എന്നുള്ള രീതിയിൽ ആക്സിഡന്റലി സംഭവിച്ചതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ നമുക്ക് എടുക്കാം. സെക്ഷൻ 80 പറയുന്നത്. ഇനി നെസസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകത കാരണം, നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല, സിറ്റുവേഷൻ അതായിരുന്നു, ആവശ്യകത കാരണം സംഭവിച്ചു പോയതാണ്. അത് സെക്ഷൻ 81 ആ എക്സെപ്ഷൻ പറയുന്നത്. ഇനി ഇൻഫൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേജർ അല്ല, നമുക്ക് പ്രായപൂർത്തി ആയിട്ടില്ല, പ്രായക്കുറവാണ്, അപ്പൊ ആ പറയുന്ന മൈനർ ആയിട്ടുള്ള ആളാണ്, നമുക്ക് ആ ഒരു പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 82 83 ഇൻഫൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇൻസാനിറ്റി അല്ലെങ്കിൽ മറ്റൊരു പേര് പറയാം അൺസൗണ്ട് എന്ന്. അപ്പൊ അൺസൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മെന്റലി നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിറ്റ് അല്ലായിരുന്നു, നമ്മുടെ മാനസിക നില ശരിയല്ലായിരുന്നു, നമ്മൾ ഇൻസൈൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അയാൾ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടണം കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ ഇൻസാനിറ്റി എന്ന് പറയുന്ന ആ ഒരു എക്സെപ്ഷൻ സെക്ഷൻ 84 പറയുന്നത്.
ഇനി അടുത്ത് ഇൻടോക്സിക്കേഷൻ. ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ടോക്സിക്കേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഡ്രങ്കൺനെസ്. ഡ്രങ്കൺനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യലഹരിയിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ലഹരി അവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിലായതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സെക്ഷൻ 85 ആ എക്സെപ്ഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഇനി കൺസെന്റ്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തൊന്നുമല്ല, അയാളുടെ ഭാഗത്ത് നിന്ന് കൺസെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സമ്മതം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതാണ് എക്സെപ്ഷൻ എടുക്കാൻ. സെക്ഷൻ 87 തൊട്ട് 92 വരെയാണ് കൺസെന്റിന്റെ പാർട്ട് പറയുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഞാനൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു സംഭാഷണം പറഞ്ഞതാ, അതുവഴി ഒരാൾക്ക് അപകടം പറ്റി, അങ്ങനെയാണ് എങ്കിൽ സെക്ഷൻ 93 അണ്ടറിൽ എനിക്ക് ആ എക്സെപ്ഷൻ എടുക്കാം. ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഉദ്ദേശത്തോടു കൂടി ഞാൻ നടത്തിയ സംഭാഷണമാണ്. മോശം ഉദ്ദേശത്തോടു കൂടി ബാഡ് ഫെയ്ത്ത് ആയിരുന്നെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഗുഡ് ഫെയ്ത്തോടു കൂടി എടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എങ്കിൽ 93 അണ്ടറിൽ ആ എക്സെപ്ഷനും എടുക്കാം, ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. ഇനി അടുത്തത് കമ്പൽഷൻ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എന്നെ ഒരാൾ കമ്പൽ ചെയ്ത് പ്രേരിപ്പിച്ച് നിർബന്ധിപ്പിച്ച് ചെയ്തതാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 94 അണ്ടറിലാണ് കമ്പൽഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ വരുന്നത്. ഇനി ട്രൈബൽ ആക്ട്. ട്രൈബൽ ആക്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ലോ എപ്പോഴും നോക്കുന്നില്ല. ഇപ്പൊ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ലേ, അപ്പൊ അങ്ങനെ ട്രൈബൽ ആക്ട് ആണെങ്കിൽ ആ ഒരാൾ നമുക്കെതിരെ കേസ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ആ എക്സെപ്ഷൻ എടുക്കാം. അത് 95 പറയുന്നത്. ഇനി പറയുന്നത് 96 തൊട്ട് 106 വരെയുള്ള പാർട്ടാണ്. 96 തൊട്ട് 106 വരെയുള്ള ഈ സെക്ഷൻസ് പറയുന്നത് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഏരിയ. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്വയരക്ഷ എടുക്കുന്നത്. അപ്പൊ സ്വയരക്ഷ ആർക്കൊക്കെ എടുക്കാൻ പറ്റും? നമ്മുടെ പ്രോപ്പർട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെയോ ഒക്കെ ആൾക്ക് നേരെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്പോഴും സ്വയരക്ഷ എടുക്കാം. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരാളുടെ പ്രോപ്പർട്ടിക്ക് വരികയാണ്, അപ്പോഴും നമുക്ക് സ്വയരക്ഷ എടുക്കാം. അപ്പൊ ഈ പറയുന്ന പ്രൈവറ്റ് ഡിഫൻസ്, സ്വയരക്ഷ എപ്പോഴൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്, അത് ഏത് രീതിയിലാണ് എടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് 96 തൊട്ട് 106 വരെയും പറയുന്നത്. പ്രൈവറ്റ് ഡിഫൻസിന്റെ ഏരിയ ആണ്. അപ്പൊ ഇത്രയുമാണ് ജനറലി നമുക്ക് എല്ലാ ഒഫൻസസിനും ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കാൻ സാധിക്കുന്ന എക്സെപ്ഷൻസ് ഇതാണ്. ഈ ജനറൽ എക്സെപ്ഷൻസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസും ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസും. എക്സ്ക്യൂസബിളും ജസ്റ്റിഫയബിളും. എക്സ്ക്യൂസബിൾ എന്ന് പറയാൻ കാരണം എന്താ, ചില പ്രവൃത്തികൾ ചില ആളുകൾ ചെയ്യുമ്പോൾ അത് ക്രൈമാണ്, കുറ്റമാണെങ്കിൽ പോലും നിയമം അതെന്ത് ചെയ്യും, എക്സ്ക്യൂസ് ചെയ്യും. കാരണം ചിലപ്പോൾ അവരുടെ പ്രായത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇൻസൈൻ പേഴ്സൺ ആണ്, അവർക്ക് അബോധാവസ്ഥയിലുള്ള പേഴ്സൺസ് ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മാനസിക നില ശരിയല്ലാത്തവരായിരുന്നു, ഇനി ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, മദ്യലഹരിയിലായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ക്യൂസ് ചെയ്യും. അതായത് കുറച്ച് ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ക്രൈം ആണെങ്കിൽ പോലും ലോ അതെന്ത് ചെയ്യും, എക്സ്ക്യൂസ് ചെയ്യും. അപ്പൊ അതാണ് എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ്. കുറച്ച് ആളുകൾക്ക് കൊടുക്കുന്ന, കുറച്ച് കാറ്റഗറി ഓഫ് പേഴ്സൺസിന് കൊടുക്കുന്ന എക്സെപ്ഷൻസ് ആണ് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസ്. ഇനി ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ന്യായീകരിക്കാൻ പറ്റുന്നതാ. ചില പ്രവൃത്തികൾ അവർ ചെയ്തത് തെറ്റാണ്, എന്നാൽ പോലും നമുക്കത് ന്യായീകരിക്കാം. ആവശ്യകത കാരണം ചെയ്തതാ, നെസസിറ്റി കാരണം ചെയ്തതാണ്, അല്ലെങ്കിൽ കൺസെന്റ് ഉണ്ടായിരുന്നു, സമ്മതത്തോടു കൂടി ചെയ്തതാ, അപ്പൊ അതൊക്കെ നമുക്ക് ന്യായീകരിക്കാം. അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിൽ നടത്തിയതാ, നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടത്തിയ സംഭാഷണം, അതുവഴി ഒരാൾക്ക് ഇഞ്ചുറി പറ്റി. അപ്പൊ അങ്ങനെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസും എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ജനറൽ ആയിട്ടുള്ള എക്സെപ്ഷൻസിനെ തരംതിരിക്കാൻ സാധിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസും ജസ്റ്റിഫയബിളും. ഇനി ഓരോ എക്സെപ്ഷൻസും എന്താണെന്ന് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജനറൽ എക്സെപ്ഷൻസിൽ ആദ്യത്തെ എക്സെപ്ഷൻ ആണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫാക്റ്റിൽ മിസ്റ്റേക്ക് പറ്റുക. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റുക. അപ്പൊ ഫാക്റ്റിൽ തെറ്റ് പറ്റി, അതാണ് സെക്ഷൻ 76 79 പറയുന്നത്. എന്താണ് ഈ ഫാക്റ്റിൽ തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ? രണ്ട് മാക്സിംസ് അതിനു മുമ്പ് നമ്മൾ ആദ്യമേ നോക്കേണ്ടതുണ്ട്. ഇഗ്നോറൻഷ്യ ഫാസിറ്റ് എക്സ്ക്യൂസിറ്റും ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസിറ്റും. ഇത് ലാറ്റിൻ മാക്സിംസിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കാം. അപ്പൊ ഇഗ്നോറൻഷ്യ ഫാസിറ്റ് എക്സ്ക്യൂസിറ്റും ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ, ഇഗ്നോറൻഷ്യ എന്ന വാക്കിന്റെ മീനിങ് ഇഗ്നോറൻസ് എന്നാണ്. ഇഗ്നോറൻസ്, അവഗണിക്കുക. ഇനി ഫാസിറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ട് എന്നാണ് മീനിങ്. ഇത് ലാറ്റിൻ മാക്സിംസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഫാസിറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ട് എന്ന മീനിങ്, എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ്, ഇംഗ്ലീഷിലെ മീനിങ് എക്സ്ക്യൂസ് എന്നാ. അപ്പൊ എന്താ, ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് ആൻ എക്സ്ക്യൂസ്. ഫാക്റ്റിൽ തെറ്റുപറ്റിയാൽ, ആ സംഭവം എന്താണോ ആ ഒരു ഫാക്റ്റിൽ നമുക്ക് തെറ്റുപറ്റിയാൽ അത് അവഗണിച്ചാലും അതെന്താണ്, ഒരു എക്സ്ക്യൂസ് ആണ്, ഒരു ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസിറ്റ്. എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് എന്നാണെന്നറിയാം, ഇഗ്നോറൻഷ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് എന്നാണെന്ന് നമുക്കറിയാം. ജൂറിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ജൂറിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, ലാറ്റിൻ മാക്സിമിന്റെ മീനിങ് ലോ എന്നാണ്. അപ്പൊ ഇഗ്നോറൻസ് ഓഫ് ലോ. നോൺ എന്ന് പറഞ്ഞാൽ എന്താ,
നോട്ട് എന്നാണ് മീനിങ്. അപ്പൊ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമം അറിയിരിക്കണം. കാരണം ഇപ്പൊ ഭയങ്കര ഹെവി സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് റോട്ടിൽ കൂടി പോയി, എന്നിട്ട് ഹൈവേയിലൂടെ പോയിട്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കരുത്, ഇത് ഓവർ സ്പീഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, നിയമം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതൊരിക്കലും ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ലോ അറിയില്ല എന്ന് ഒരു വ്യക്തിയും എക്സ്ക്യൂസ് എടുക്കരുത്. എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം. പക്ഷെ ഫാക്റ്റിൽ എന്തെങ്കിലും തെറ്റുപറ്റി പോയാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് മാക്സിമം ഓർത്തിരിക്കുക. ഇഗ്നോറൻഷ്യ ഫാസിറ്റ്, എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റിൽ തെറ്റുപറ്റിയാൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാം. ലോയിൽ തെറ്റുപറ്റിയാൽ അതൊരിക്കലും നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനി മിസ്റ്റേക്ക് ഓഫ് ആക്ടില് 76, 79 ആണ് പറയുന്നത്. അപ്പൊ 76 പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയിലെ ആക്ട് ഡൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി. എങ്ങനെയുള്ള വ്യക്തിയാ? ബൗണ്ട്, നിർബന്ധിതനായ വ്യക്തി. അതായത് നിയമം വഴിയായിട്ട് ആ പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനായ വ്യക്തിയാണ്, അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നിയമം വഴിയായിട്ട് ബൗണ്ടായ, നിർബന്ധിതനായ വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അങ്ങനെ ആ വ്യക്തി പ്രവൃത്തി ചെയ്തപ്പോൾ അതിൽ എന്ത് പറ്റി? അതിന്റെ ഫാക്റ്റിൽ തെറ്റുപറ്റി, നിയമത്തിലല്ല ഫാക്റ്റിൽ തെറ്റുപറ്റി. ബിലീവിംഗ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ, അപ്പൊ അയാൾ വിചാരിക്കുകയാണ് ഞാൻ നിയമം വഴിയായി നിർബന്ധിതനായ വ്യക്തിയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ എന്ന് സ്വയം വിശ്വസിച്ച് ബിലീവ് ചെയ്തുകൊണ്ട് അയാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ അയാൾ ആ പ്രവൃത്തി ചെയ്തപ്പോൾ എന്തു പറ്റി? ആ പ്രവൃത്തിയുടെ ഫാക്റ്റിൽ തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സെപ്ഷൻ ആയിട്ട് പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു പോലീസ് ഓഫീസറിനോട് കോടതി ഓർഡർ ചെയ്തു ഒരാളെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അപ്പൊ നോർമലി എന്ത് ചെയ്യും? അയാൾ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരും. ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ പോലീസ് ഓഫീസറിന് ഡ്യൂട്ടി ഉണ്ട്, കോടതി ഉത്തരവിട്ടാൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വാറണ്ട് കിട്ടി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ച് അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാനാ വന്നേ. അപ്പൊ വേണ്ട രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി, എൻക്വയറി ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആള് മാറിപ്പോയി. എനിക്ക് വരും വേറൊരാളെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ആ പോലീസ് ഓഫീസർ വേണ്ട രീതിയിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ആളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ പേഴ്സൺ മാറിപ്പോയി, ആ ഫാക്റ്റിൽ തെറ്റുപറ്റി. നിയമത്തിലല്ല, അറസ്റ്റ് ചെയ്യാൻ ഓൾറെഡി ഓർഡർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൗണ്ട് ബൈ ലോ, നിയമം വഴിയായിട്ട് നിർബന്ധനായ ഒരു വ്യക്തിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അയാൾ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനാണെന്ന് അയാൾ സ്വയം വിചാരിച്ച് ആ പ്രവൃത്തി ചെയ്തപ്പോൾ അതിന്റെ ഫാക്റ്റിൽ തെറ്റുപറ്റിപ്പോയി, ആള് മാറിപ്പോയി. അതിലൊരു ഫാക്റ്റിലാണ് തെറ്റുപറ്റിപ്പോയതെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആയിട്ട് എടുക്കാം. അയാൾക്ക് ക്രിമിനൽ ലയബിലിറ്റി വരില്ല. അപ്പൊ അയാൾക്കെതിരെ കേസ് കൊടുക്കാം പോലീസ് ഓഫീസറിനെങ്കിൽ ഈ എക്സെപ്ഷൻ എടുക്കാൻ പറ്റും. ഫാക്റ്റിലാണ് തെറ്റുപറ്റി പോയതെന്ന് പറഞ്ഞു. അത് ഇങ്ങനെയുള്ള പേഴ്സൺ ആയിരിക്കണം ആ ആക്ട് ചെയ്തത്. നിയമം വഴിയായി നിർബന്ധിതനായ വ്യക്തിയായിരിക്കും. ആരെങ്കിലും ഒരാൾ പോയി അറസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല ആ പോലീസ് ഓഫീസർ നിയമം വഴിയായി നിർബന്ധിതനായ വ്യക്തിയാ. അങ്ങനെ നിർബന്ധിതനായ വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അതിന്റെ ഫാക്റ്റിൽ തെറ്റുപറ്റിപ്പോയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന എക്സെപ്ഷൻ സെക്ഷൻ 76 വെച്ച് എടുക്കാം. ഇനി 79, സെക്ഷൻ 79 പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി. അത് എങ്ങനെയുള്ള വ്യക്തിയാ? ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയാ. ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അതിൽ ഫാക്റ്റിൽ തെറ്റുപറ്റി. ബിലീവിംഗ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ, അതായത് ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തു. അപ്പൊ അയാൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തി നിയമം വഴിയായി ന്യായീകരിക്കാൻ പറ്റുന്ന പ്രവൃത്തിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അതിന്റെ ഫാക്റ്റിൽ തെറ്റുപറ്റിപ്പോയാൽ അയാൾക്ക് ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന എക്സെപ്ഷൻ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോൾ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ കാണുകയാണ് 2-3 പേര് അടി കൂടുന്നു. അതിലൊരാൾ അകലേന്ന് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അകലെന്ന് കാണുമ്പോൾ വെക്കുകയാണ് ഒരുത്തൻ മറ്റൊരുത്തനെ കുത്തുന്നു കത്തികൊണ്ട്. അപ്പൊ ഞാൻ ഓടി തന്നെ എന്ത് ചെയ്യും? ഒരു കൊല നടത്തിയ ആളെ നമ്മൾ പബ്ലിക് പ്ലേസിൽ കാണുകയാണെങ്കിൽ അപ്പൊ അതൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആളെ തടഞ്ഞു വെച്ച് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അയാളെ തടഞ്ഞു പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാലും ഞാൻ അയാളെ തടഞ്ഞു വെച്ചു, റീസ്ട്രെയിൻ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്നത് നിയമം വഴിയായി ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അയാളെ തടഞ്ഞു വെച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. പക്ഷെ അകലേന്ന് കണ്ടപ്പോൾ എനിക്ക് ആള് മാറിപ്പോയി. ഇയാളല്ലായിരുന്നു കുത്തിയത്, മറ്റൊരുത്തനായിരുന്നു കുത്തിയത്. അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഈ പുള്ളിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ പിടിച്ചുകൊണ്ടേ നമ്മള് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കുക, എന്നെ വെറുതെ തടവിൽ വെച്ചുകൊണ്ട് വന്നു, എന്നെ ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് വന്നു, എന്നെ റീസ്ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ എനിക്ക് എന്തെടുക്കാം? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. കാരണം എനിക്ക് ഫാക്റ്റിൽ തെറ്റുപറ്റിപ്പോയതാ. ഞാൻ വിചാരിച്ചത് ഞാൻ ചെയ്ത കാര്യം നിയമം വഴിയായി ജസ്റ്റിഫൈ ചെയ്യാം, ന്യായീകരിക്കാൻ പറ്റുന്നതാണ് എന്ന് വിചാരിച്ചാണ് ചെയ്തത്. എന്ന് വിചാരിച്ച് ചെയ്തതാണ് എങ്കിൽ അതിന്റെ ഫാക്റ്റിൽ തെറ്റുപറ്റിയെങ്കിൽ ഈ എക്സെപ്ഷൻ എനിക്ക് എടുക്കാം. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എടുക്കാൻ പറ്റുന്നത് 2 പേഴ്സൺസിനാണ്. ഒന്ന് നിയമം വഴിയായി നിർബന്ധിതനായ ഒരു പ്രവൃത്തി ചെയ്ത് അതിൽ ഫാക്റ്റിൽ തെറ്റുപറ്റിയ വ്യക്തിക്കും, ഇനി നിയമം വഴിയായി ജസ്റ്റിഫൈ
ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ന്യായീകരിക്കാൻ പറ്റും തന്റെ പ്രവൃത്തി എന്ന് വിശ്വസിച്ച് ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിക്കും ഫാക്ടിൽ തെറ്റുപറ്റിയാൽ ഈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന എക്സെപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഫാക്ടിൽ മാത്രമേ മിസ്റ്റേക്ക് പറ്റിയാൽ എക്സ്ക്യൂസ് ആയിട്ട് വരുള്ളൂ. ലോ ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എക്സെപ്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. ലോ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് മാക്സിമം ഓർക്കുക. അടുത്ത എക്സെപ്ഷൻ ആണ് ജുഡീഷ്യൽ ആക്ട്. ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 77-ലും 78-ലും ആണ് ഈ എക്സെപ്ഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 77-ൽ പറയുന്നത് എക്സെപ്ഷൻ റിലേറ്റ്സ് ടു ദ ആക്ട് ഓഫ് ജഡ്ജസ് ആൻഡ് കോർട്സ്. അതായത് ജഡ്ജുകളും അല്ലെങ്കിൽ കോടതികളും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്കൊരു തെറ്റുപറ്റിപ്പോയി, അവരെങ്ങനെ ചെയ്യുമ്പോഴായിരിക്കണം? ഗുഡ് ഫെയ്ത്തില്. ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉദ്ദേശത്തോടു കൂടി ജുഡീഷ്യലി ആ ജഡ്ജിന്റെ പവറിൽ ഇരിക്കുമ്പോൾ, അതായത് ആ ജുഡീഷ്യൽ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, ആ ജുഡീഷ്യലി പ്രവർത്തിക്കുന്ന സമയത്ത് ഗുഡ് ഫെയ്ത്തില് നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്തതാണ്. അതായത് വിശ്വാസത്തോടു കൂടി എനിക്ക് ഈ ഒരു പവർ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്തതാണ്, അധികാരം ഉണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ആക്ച്വലി അത്രയും അധികാരം ഇല്ലായിരുന്നുവെങ്കിൽ, അപ്പൊ അവിടെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജുഡീഷ്യൽ ആക്ടുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. എക്സാമ്പിൾ പറയാം, ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഒരു ജഡ്ജ് ഒരു പ്രിസണർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അതായത് ജയിൽ പുള്ളി ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്തു? കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ആ ജഡ്ജിന് ഒരാളെ തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കാനായിട്ടുള്ള അധികാരപരിധി ഇല്ലായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ ജഡ്ജ് ജുഡീഷ്യലി ആക്ട് ചെയ്യുന്ന സമയത്ത് ഗുഡ് ഫെയ്ത്തിൽ വിശ്വസിച്ച് ചെയ്തതാണ്, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിചാരിച്ച് ചെയ്തതാണ് എങ്കിൽ ആ ജഡ്ജിന്റെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ കോടതികളുടെ പ്രവർത്തികൾക്ക് എക്സെപ്ഷൻ കിട്ടും. അപ്പൊ ജഡ്ജസിനും കോർട്ടുകൾക്കും കിട്ടുന്ന എക്സെപ്ഷൻ ആണ് സെക്ഷൻ 77-ൽ പറയുന്നത്. ജുഡീഷ്യലുള്ള ആക്ടുകൾക്ക്, പ്രവർത്തികൾക്ക്, അതായത് ജഡ്ജ് ജുഡീഷ്യലി ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഗുഡ് ഫെയ്ത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജുഡീഷ്യൽ ആക്ടുകൾക്ക്, ജഡ്ജിന്റെ പ്രവർത്തികൾക്ക് അല്ലെങ്കിൽ കോടതിയുടെ പ്രവർത്തികൾക്ക് ഈ എക്സെപ്ഷൻ സെക്ഷൻ 77 വരെയും കിട്ടി ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇനി സെക്ഷൻ 78 ആണ് പറയുന്നത്. 78-ൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ടു ഓഫീസേഴ്സ് ആക്ടിങ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഓർഡർ ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസേഴ്സിന് കിട്ടുന്ന പ്രൊട്ടക്ഷനാ. അതായത് ചില ഓഫീസേഴ്സ് ഈ പറയുന്ന ജഡ്ജിന്റെ ഓർഡർ കേട്ടിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഓർഡർ കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിയായ കാര്യമല്ലായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ. അതിനും എക്സാമ്പിൾ പറയുമ്പോൾ കിട്ടും. അതായത് ഒരു കോടതി ഒരു ഓർഡർ ഇട്ട് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി പോയി അറ്റാച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അതിൽ നിന്നും കണ്ടുകെട്ടി എടുക്കാൻ പറഞ്ഞു, പ്രോപ്പർട്ടിയിൽ നിന്ന് കോടതി ഉത്തരവിട്ടു. പക്ഷെ ആ കോടതിക്ക് അത്രയും ഓർഡർ ഇടാനായിട്ടുള്ള അധികാരമില്ല. പക്ഷെ കോടതി എന്ത് വിചാരിച്ചു? ജുഡീഷ്യലി അത് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള പവർ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനായിട്ട് ഓർഡർ ഇടുന്നു. അത് കേട്ട് ഈ പറയുന്ന പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫീസറിനോട് ഓർഡർ ഇടുമ്പോൾ ആ ഓഫീസർ അത് ചെയ്തിട്ട് വരികയാണ് എങ്കിൽ ആ ഓഫീസറിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള അതോറിറ്റിക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന ജഡ്ജിന്റെ ആ ഒരു ആക്ടിന് അണ്ടറിലാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ആ ഒരു കോടതിയുടെ ഓർഡർ അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചതെങ്കിൽ അവർക്കും പ്രൊട്ടക്ഷൻ കിട്ടും. ജുഡീഷ്യൽ ആക്ട് ആയിരുന്നു അവരും ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും എന്ത് കിട്ടും? ഈ സെക്ഷൻ 78 അണ്ടറിൽ എക്സെപ്ഷൻ കിട്ടും. ക്രിമിനൽ ലയബിലിറ്റി അവർക്കും ഉണ്ടാകില്ല. അപ്പൊ സെക്ഷൻ 77-ഉം 78-ഉം പറയുന്നത് ജഡ്ജസിനും കോടതികൾക്കും കിട്ടുന്ന എക്സെപ്ഷനും 78 പറയുന്നത് ആർക്കാണ്? ഈ ജഡ്ജിന്റെ അല്ലെങ്കിൽ കോടതിയുടെ ഓർഡറിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സിന് കിട്ടുന്ന പ്രൊട്ടക്ഷനുമാണ്. മൂന്നാമത്തെ ജനറൽ എക്സെപ്ഷൻ ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 80-ലാണ് സെക്ഷൻ ഓർത്തിരിക്കുക. സെക്ഷൻ 80-ലാണ് ആക്സിഡന്റിനെ കുറിച്ച് പറയുന്നത്. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രത്യേകിച്ച് ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ, നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ല ആരും ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ല, അങ്ങനെയുള്ള നോളജോ ഇന്റൻഷനോ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു. അതെങ്ങനെയുള്ള പ്രവൃത്തി ആയിരിക്കണം? ലോഫുൾ ആക്ട് ആയിരിക്കണം. നമ്മൾ നിയമപ്രകാരം അല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ആക്സിഡന്റ് പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലോഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു, അത് വേണ്ട രീതിയിൽ പ്രോപ്പർ കെയറും കോഷനൊക്കെ എടുത്താണ് നമ്മൾ ചെയ്തത്. നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിമിനൽ ഇന്റൻഷനും ഇല്ല, നോളജും ഇല്ല, ആരെയും ഉപദ്രവിക്കണമെന്നോ ഇഞ്ചുറി വരുത്തണമെന്നോ അതുവഴിയായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പ്രവൃത്തി ചെയ്തപ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് വഴിയായിട്ട് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഒഫൻസ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി വരില്ല. അപ്പൊ നത്തിങ് ഈസ് ആൻ ഒഫൻസ്, ഒന്നും ഒരു ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? വിച്ച് ഈസ് ഡൺ ബൈ ആക്സിഡന്റ്, ആക്സിഡന്റ് വഴിയായി ഉണ്ടായതാണ് എങ്കിൽ ആൻഡ് വിത്തൗട്ട് എനി ക്രിമിനൽ ഇന്റൻഷൻ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല. അങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഇന്റൻഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ക്രൈമില്. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഉദ്ദേശം ഇല്ല, അങ്ങനെ ഒരു ക്രിമിനൽ ഇന്റൻഷനും ഇല്ല, നോളജും ഇല്ല, നമുക്ക് അറിവും ഇല്ല. ഇൻ ദ ഡൂയിങ് ഓഫ് എ ലോഫുൾ ആക്ട്, നിയമപ്രകാരമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത്. ലോഫുൾ ആക്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് നോളജും ഇല്ല, ഇന്റൻഷനും ഇല്ല അയാളെ ഉപദ്രവിക്കണം എന്ന്. പക്ഷെ നമ്മളത് ചെയ്തത് പ്രോപ്പർ കെയർ, വേണ്ട രീതിയിൽ ശ്രദ്ധയും
ഒക്കെ എടുത്തിട്ടാണ് നമ്മളത് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടും ഒരാൾക്ക് എന്ത് ചെയ്തു, ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് ആക്സിഡന്റലി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സെപ്ഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾക്ക് ക്രിമിനൽ ലയബിലിറ്റി വരില്ല. അതാണ് സെക്ഷൻ 80 പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു കോമ്പറ്റീഷന്, ഒരു ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അവർ ഗുസ്തി മത്സരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, ഫൗൾ പ്ലേ ഒന്നും അല്ല, ഫൗൾ പ്ലേ അവിടെ പാടില്ല, ഫൗൾ പ്ലേ ഒന്നും ഇല്ലാതെ തന്നെ അവർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഗെയിമിന്റെ റൂൾസ് ഒക്കെ അനുസരിച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾക്ക് ഒരു ഇഞ്ചുറി പറ്റുകയും ആ ഇഞ്ചുറി വഴിയായിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആര് വഴിയായിട്ടാണ് അയാൾക്ക് ഇഞ്ചുറി പറ്റിയത്, ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ആക്സിഡന്റലി സംഭവിച്ചാണെന്ന് പറയാം. കാരണം അയാൾ ഫൗൾ പ്ലേ ഒന്നും ഇല്ലാതെ പ്രോപ്പർ കെയർ കോഷനൊക്കെ എടുത്തിട്ട് റൂൾസ് അനുസരിച്ച് കളിച്ചതാണ്. അയാൾക്ക് ഇന്റൻഷനും ഇല്ല, നോളജും ഇല്ല ഇങ്ങനെ ഒരാൾക്ക് പറ്റുമെന്ന്. അപ്പൊ അത് വഴിയായിട്ട് ആക്സിഡന്റലി ഒരാൾക്ക് ഒരു കാര്യം സംഭവിച്ചാണെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുന്ന എക്സെപ്ഷൻ എടുക്കാം. ഇനി അതല്ല എങ്കിൽ ഒരു കുറുക്കനെ ഒരാൾ വെടിവെച്ചതാ, കുറുക്കനെ വെടിവെച്ചപ്പോൾ അയാൾക്ക് അറിയില്ലായിരുന്നു ആ കുറ്റിച്ചെടിയുടെ പുറകിൽ വേറൊരാൾ ഒളിച്ചിരിക്കണത്. പക്ഷെ എന്ത് ചെയ്തു, അങ്ങനെ ഒരാൾ ഒളിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് നോളജ് ഇല്ല, അറിവുമില്ല, ഇങ്ങനെ ഒരാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശവും ഇല്ല. അയാൾ വേണ്ട രീതിയിൽ ശ്രദ്ധയും കെയറൊക്കെ എടുത്ത് ലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്, കുറുക്കനെയാണ് കൊല്ലാൻ നോക്കിയത്. പക്ഷെ അതുവഴിയായിട്ട് എന്ത് ചെയ്തു, ആക്സിഡന്റലി ഒരാൾക്ക് ഇഞ്ചുറി പറ്റിയെങ്കിൽ അത് ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറയുന്ന എക്സെപ്ഷൻ എടുത്ത് നമുക്ക് ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും എക്സെപ്ഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് തേർഡ് എക്സെപ്ഷൻ. നാലാമത്തെ ജനറൽ എക്സെപ്ഷൻ ആണ് നെസസിറ്റി എന്ന് പറയുന്നത്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്നാ പറഞ്ഞ, ആവശ്യകത. സെക്ഷൻ 81 നെസസിറ്റി പറയുന്നത്. സെക്ഷൻ ഓർക്ക, നെസസിറ്റി സെക്ഷൻ 81 പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നത്തിങ് ഈസ് ആൻ ഒഫൻസ്, ഒന്നും ഒരു കുറ്റമല്ല. എങ്ങനെയാണെങ്കിൽ മിയർലി ബൈ റീസൺ, എന്ത് കാരണം കൊണ്ടാണെങ്കിൽ, ഓഫ് ബീയിങ് ഡൺ വിത്ത് ദ നോളജ് ദാറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഹാം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു കുറ്റം ചെയ്തത് നമ്മൾക്ക് അറിയാം, നോളജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അറിവുണ്ട്. എനിക്കറിയാം ഞാൻ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ഇതെന്ത്, എനിക്ക് അറിവുണ്ട്, ഇത് വഴിയായിട്ട് ഒരാൾക്ക് ഹാം വരും, ലൈക്ലി ടു കോസ് ഹാം. ഇത് ഒരാൾക്ക് ഹാം ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്ക്, വസ്തുവിന് ഇഞ്ചുറി ഉണ്ടാക്കുന്ന തരത്തിലോ ഉള്ള ഒരു കാര്യമാണ്, ആക്ട് ആണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള നോളജ് എനിക്കുണ്ട്, അറിവ് എനിക്കുണ്ട്. ഇഫ് ഇറ്റ് ഡൺ വിത്തൗട്ട് എനി ക്രിമിനൽ ഇന്റൻഷൻ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയല്ല, എനിക്ക് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, അയാൾക്ക് ഇങ്ങനെ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, ക്രിമിനൽ ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയാം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള അറിവ് എനിക്കുണ്ട്. പക്ഷെ അയാൾക്ക് അങ്ങനെ വരണം എന്നുള്ള ക്രിമിനൽ ഇന്റൻഷൻ എനിക്കില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നത് എങ്ങനെയാ, ഇൻ ഗുഡ് ഫെയ്ത്ത്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനത് ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്ത് ഗുഡ് ഫെയ്ത്ത് ആണ്, ഫോർ പ്രിവെന്റിങ് ഓർ അവോയ്ഡിങ് അതർ ഹാം ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേഴ്സന്റെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ എന്തെങ്കിലും ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഹാം ചെയ്തത്. അതായത് എനിക്കറിയാം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്ത വഴിയായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കോ നഷ്ടം ഉണ്ടാകും എന്ന് എനിക്കറിയാം. ആ നോളജ് എനിക്കുണ്ട്. നോളജ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു കുറ്റം ചെയ്തപ്പോൾ അയാൾക്ക് അറിവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ ചെയ്തത് ഒരു ഒഫൻസ് ആകില്ല എന്നാ പറയുന്നത്. അറിവുണ്ടെങ്കിലും അയാൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഉദ്ദേശമില്ലായിരുന്നു. ഇങ്ങനെ ഇയാൾക്ക് വരുത്തണം, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് ഇങ്ങനെ വരുത്തണം എന്നുള്ള ഒരു ക്രിമിനൽ ഉദ്ദേശവും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ അയാൾ ഇത് ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടി, ഗുഡ് ഫെയ്ത്തിലാണ്. നല്ല ഉദ്ദേശം എന്താ, വലിയൊരു ദുരന്തം, അതായത് മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആ ഒരു പേഴ്സണോ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെങ്കിൽ അത് ആവശ്യകതയായിരുന്നു, നെസസിറ്റി ആയിരുന്നു ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എക്സെപ്ഷൻ എടുക്കാം. ഒരു സിറ്റുവേഷൻ പറയാം, ഒരു വീടുകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ വീട്ടിൽ തീ കത്തി പടർന്ന് പിടിച്ച് തൊട്ടടുത്ത ബിൽഡിങ്ങിലേക്കൊക്കെ പിടിക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഒരാൾ പോയിട്ട് മറിച്ചിട്ടു. അപ്പൊ അങ്ങനെ പൊളിച്ചിട്ട് കഴിയുമ്പോൾ, വീടുകളൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്റെ വീട് പൊളിച്ച് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അയാൾക്ക് എടുക്കാൻ പറ്റുന്ന എക്സെപ്ഷൻ എന്താണ്, ഈ പറയുന്ന വീട്ടിലേക്ക് തീകൾ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്തുള്ള വീടുകൾ ഞാൻ പൊളിച്ചിട്ടത് എന്ന് പറഞ്ഞ് അയാൾക്ക് എക്സെപ്ഷൻ എടുക്കാം. വലിയൊരു ദുരന്തം, ആളുകളും അതുപോലെ തന്നെ മനുഷ്യരൊക്കെ മരിക്കാതിരിക്കാൻ വേണ്ടി വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി ഗുഡ് ഫെയ്ത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. എനിക്ക് അറിയാമായിരുന്നു വീട് പൊളിച്ചിടുക എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ വീടുകളൊക്കെ നശിച്ചു പോകുമെന്ന് അറിയാം. അങ്ങനെ അറിയാം മറ്റൊരാളുടെ പ്രോപ്പർട്ടി നശിക്കുമെന്നുള്ള നോളജ് എനിക്കുണ്ട്. നോളജ് ഉണ്ടെങ്കിലും ഞാൻ ക്രിമിനൽ ഇന്റൻഷനോട് കൂടിയല്ല ചെയ്തത്. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു, അയാളെ ദ്രോഹിക്കണം അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശവും എനിക്കില്ല. ഞാനത് ചെയ്തത് ഗുഡ് ഫെയ്ത്തിൽ, നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ ഹാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒരാളുടെ സംരക്ഷിക്കാൻ വേണ്ടിയോ ആണ് ഞാനത് ചെയ്തതെങ്കിൽ അത് നെസസിറ്റി ആയിരുന്നു, ആ സിറ്റുവേഷൻ ആവശ്യകതയാണെന്നും പറഞ്ഞ് എക്സെപ്ഷൻ എടുക്കാം.
അപ്പൊ എപ്പോഴും ലോയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇൻഫ്ലിക്ഷൻ ഓഫ് ലെസർ ഈവിൾ, അതായത് ചെറിയ ഒരു കാര്യം അങ്ങോട്ടേക്ക് കൊടുക്കാമുള്ളൂ, ഹാമ കൊടുക്കാമുള്ളൂ. എന്ത്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് എ ഗ്രേറ്റർ ഈവിൾ. വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ചെറിയൊരു ദുരന്തം ഒഴിവാക്കാൻ വലിയൊരു കാര്യം ചെയ്തിട്ട് അത് ആവശ്യകതയായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി, ഈവിൾ ഒഴിവാക്കാൻ വേണ്ടി ലെസർ ആയിട്ടുള്ള ചെറിയൊരു ഈവിൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് ആവശ്യകതയാണെന്നുള്ള എക്സെപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിലൊരു കേസ് ഉണ്ട്, ഫേമസ് കേസാണ് ആർ വേഴ്സസ് ഡെഡ്ലി ആൻഡ് സ്റ്റീവൻസൺ. ആർ വേഴ്സസ് ഡെഡ്ലി ആൻഡ് സ്റ്റീവൻസൺ ഏതിലെ കേസാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നെസസിറ്റിയിലെ കേസാണ്. ഇതിൽ പ്രോബ്ലം ആയിട്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ ആ കേസിന്റെ പേര് ഓർത്തിരിക്കണം. ഇതിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് കേസാണ്. ഡെഡ്ലി സ്റ്റീവൻസൺ എന്ന് പറയുന്ന രണ്ടാളുകൾ, ഇവർ രണ്ടുപേരും കൂടി ചെയ്ത ഒരു ക്രൈമാണ്. ഇവർ രണ്ടുപേരും പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ആളുകളും കൂടി ഒരു ഷിപ്പിൽ പെട്ടുപോയി, നടുക്കടലിൽ പെട്ടുപോയി. അപ്പൊ അവർക്ക് കുറെ ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിശന്ന് വലിഞ്ഞിരുന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തു. ഡെഡ്ലി സ്റ്റീവൻസൺ എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തു. അവിടെ ഷിപ്പിൽ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഷിപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു ബോയ്. അവനായിരുന്നു ഉള്ളതിൽ ഏറ്റവും വീക്ക്, ഏറ്റവും ശോഷിച്ച ഒരു ചെറുക്കനായിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇരുന്ന് വെള്ളവും കുടിക്കാതെ ഇരുന്നാൽ ഇവർ മരിച്ചു പോകും എന്നറിയാം എല്ലാവരും. അപ്പൊ എല്ലാവരും മരിച്ചു പോകുന്നതിന് നല്ലതല്ലേ, ഇവർക്ക് രണ്ടുപേർക്കും ജീവിച്ചിരിക്കാന്ന് വെച്ച് ഇവർ ആ യങ് ആയിട്ടുള്ള ബോയിനെ കൊന്ന് അവന്റെ ഫ്ലഷും അതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ കുടിച്ച് ഇവർ 2 ദിവസം അവിടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ ഷിപ്പിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർക്കെതിരെ മർഡറിന് കേസ് എടുത്തു, കൊലക്കുറ്റത്തിന് കേസ് എടുത്തപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആവശ്യകത കാരണം ചെയ്തതാ, ഞങ്ങൾക്ക് അറിയാമെന്ന് ചെറുക്കൻ മരിച്ചു പോകുന്നത്, പക്ഷെ അതെന്തായിരുന്നു, ഞങ്ങൾക്ക് ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ കോടതി പറഞ്ഞ എന്താ, സെൽഫ് പ്രിസർവേഷൻ, സ്വയം സംരക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ സ്വയം നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കൊല്ലുന്നത്, നരഹത്യ ചെയ്യുന്നത് അതൊരിക്കലും നെസസിറ്റി ആക്കാൻ പറ്റില്ല. അതാണ് എപ്പോഴും പറയുന്നത്, ലെസർ ആയിട്ടുള്ള ഈവിളെ ചെയ്യാവുള്ളൂ, ഗ്രേറ്റർ ഈവിള് ഒഴിവാക്കാൻ. അല്ലാതെ നമ്മൾ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊന്നു തിന്നിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല, അത് നെസസിറ്റി ആണെന്നുള്ള ഡിഫൻസ് എടുക്കരുത് എന്നാണ് ഈ ഒരു കേസിൽ കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവരെ ശിക്ഷിക്കുകയും ചെയ്തു, ഡെഡ്ലി ആൻഡ് സ്റ്റീവൻസനെ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഇങ്ങനെയാണ്, നെസസിറ്റിയുടെ ഡിഫൻസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് എന്തായിരിക്കണം, ലെസർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇയാൾ എടുത്തത് സ്വയം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തത് എന്താ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുക്കനെയാണ് കൊന്നത്. അവരിങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് സ്വയരക്ഷ എടുത്തതോ ഒന്നുമല്ല. എന്ത് ചെയ്തു, അവരുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ മറ്റൊരാളെ കൊന്നു. അപ്പൊ അങ്ങനെ കൊല്ലുന്നത് എന്തല്ല, ഒരിക്കലും ആവശ്യകതയായിട്ടുള്ള രീതിയിൽ എക്സെപ്ഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ കേസിന്റെ പേര് ഓർക്കണം, ആർ വേഴ്സസ് ഡെഡ്ലി ആൻഡ് സ്റ്റീവൻസൺ ആണ് നെസസിറ്റിയിലെ കേസ്. അടുത്തത് 5ാമത്തെ എക്സെപ്ഷൻ ആണ് ഇൻഫൻസി. ഇൻഫൻസി എന്ന് പറയുന്നത് സെക്ഷൻ 82-ലും 83-ലും ആണ് പറയുന്നത്. 82-ല് ഇൻഫൻസിനെ കുറിച്ച് പറയുന്നത് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്, 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന പ്രവൃത്തി. അത് പ്രത്യക്ഷത്തിൽ ഒരു കുറ്റമാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ഒഫൻസ് ആക്കി എടുത്ത് കൊച്ചിനെതിരെ കേസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. നത്തിങ് ഈസ് ആൻ ഒഫൻസ് എന്നാ പറയുന്നത്, ഒന്നും ഒരു ഒഫൻസ് അല്ല. നത്തിങ് ഈസ് ആൻ ഒഫൻസ് ചെയ്ത് ഒരു 7 years താഴെയുള്ള, അണ്ടർ 7 years 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. ആ കുട്ടി എന്താന്ന് പറയുന്നത്, ഡോളി ഇൻകപ്പസ്. അത് ഓർക്കുക, ഡോളി ഇൻകപ്പസ് എന്ന് പറയുന്ന മാക്സിം പറയുന്നത് സെക്ഷൻ 82-ന്റെ അണ്ടറിലാണ്. ഡോളി ഇൻകപ്പസ് എന്ന് പറഞ്ഞാൽ 7 വയസ്സിൽ താഴെ ഒരു കുട്ടി ഇൻകേപ്പബിൾ ഓഫ് കമ്മിറ്റിംഗ് ക്രൈം. ഇൻകേപ്പബിൾ എന്ന് പറഞ്ഞാൽ അവർ കേപ്പബിൾ അല്ല, അവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഇന്റൻഷൻ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന്. അപ്പൊ 7 വയസ്സിൽ താഴെ ഒരു കുട്ടി നമ്മുടെ ടെറസിൽ നിന്ന് ഉന്തിയിട്ട് കൈയൊക്കെ നമ്മുടെ ഒടിഞ്ഞാലും ആ കുട്ടിക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, കുട്ടി ചെയ്തത് ഒന്നും ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നില്ല. 7 years താഴെ ആയതുകൊണ്ട് ഡോളി ഇൻകപ്പാസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹീസ് നോട്ട് കേപ്പബിൾ എന്നാണ് കണക്കാക്കുന്നത് നിയമത്തില്. ഇന്നസെന്റ് ആയിട്ടാണ് ഇപ്പോഴും പെർസ്യൂം ചെയ്യുന്നത് നിയമം അവരെ. ഇനി 83-ല് പറയുന്നത് ആക്ട് ഓഫ് എ ചൈൽഡ് എബോവ് 7 years ആൻഡ് അണ്ടർ 12 ഓഫ് ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ്. 7 വയസ്സിൽ മുകളിലാണ്, പക്ഷെ 12 വയസ്സിൽ താഴെയാണ്. അപ്പൊ 7 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ അവരെന്തെങ്കിലും ആക്ട് ചെയ്യുമ്പോൾ അതൊരു ക്രൈമാണ്, അവർ ചെയ്തത് ക്രൈം ആണെങ്കിലും അവർക്ക് ഇമ്മച്യൂർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ചെയ്ത കാര്യത്തെക്കുറിച്ച് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള മെച്യൂരിറ്റി, മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലാന്ന് കോടതിക്ക് മനസ്സിലാവുകയാണ് എങ്കിൽ അവരും ചെയ്തത് ഒരു കുറ്റമായിട്ട് കണക്കാക്കില്ല. അവർക്കും ഈ പറയുന്ന എക്സെപ്ഷൻ സെക്ഷൻ 83-യുടെ അണ്ടറിൽ കൊടുക്കും. നോർമലി 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നതാണ് ഒന്നും ഒരു കുറ്റം അല്ലാണ്ട് കാണുന്നത്. എന്നാലും 83-യുടെ അണ്ടറിൽ 7 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ, 12 വയസ്സ് വരെ പ്രായം വരുന്ന കുട്ടികളിൽ അവരെന്തെങ്കിലും കുറ്റം ചെയ്താൽ അവർക്കത് മനസ്സിലാക്കാനായിട്ടുള്ള മെച്യൂരിറ്റി ഇല്ല, ഇമ്മച്യൂർ ആണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എന്ന് കോടതിക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർക്കും ഈ ഒരു എക്സെപ്ഷൻ കിട്ടും, അവർക്കും ക്രിമിനൽ ലയബിലിറ്റി വരില്ല. അടുത്തത് ഇൻസാനിറ്റി ആണ് ജനറൽ എക്സെപ്ഷൻ ആയിട്ട് പറയുന്നത്. സെക്ഷൻ 84-ലാണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡിനെ കുറിച്ച് പറയുന്നത്.
അതായത് ഒരു പേഴ്സൺ ചെയ്യുന്ന ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, മെന്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ലാത്ത, മാനസിക നില ശരിയല്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് കിട്ടുന്ന എക്സെപ്ഷൻ ആണ് സെക്ഷൻ 84 പറയുന്ന ഇൻസാനിറ്റി. നത്തിങ് ഇസ് ആൻ ഒഫൻസ്, ഒന്നും ഒരു കുറ്റമല്ല. എങ്ങനെ? വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ, ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെങ്കിൽ. എങ്ങനെയുള്ള വ്യക്തി? ഹു അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ഇറ്റ്, ആ വ്യക്തി ആ ഒരു പ്രവൃത്തി ചെയ്ത സമയത്ത് ബൈ ദ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, അതായത് അവരുടെ മാനസിക നില തെറ്റിയത് കൊണ്ട് ആ ഒരു സമയത്ത്, ആ പ്രവൃത്തി ചെയ്ത സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു, ഈസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദി ആക്ട്, അതായത് അവർ ആ ചെയ്ത പ്രവൃത്തി, ആക്ടിന്റെ നേച്ചർ എന്താണ്, അവർ ചെയ്ത പ്രവൃത്തി അതിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർ ഇൻകേപ്പബിൾ ആയിരുന്നു, അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവര്. കാരണം അവരുടെ മാനസിക നില തെറ്റിയിരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഓർ ദാറ്റ് ഹി ഈസ് ഡൂയിങ് വാട്ട് ഈസ് ഐദർ റോങ് ഓർ കോൺട്രറി ടു ദ ലോ, അതായത് അവർക്ക് അറിയില്ലായിരുന്നു അവരുടെ മാനസിക നില തെറ്റിയിരിക്കുന്നതുകൊണ്ട് ആ ചെയ്ത സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു അതൊരു കുറ്റമായിരുന്നെന്നോ, അതൊരു തെറ്റായിരുന്നെന്നോ, റോങ് ആയിരുന്നെന്നോ, ഓർ കോൺട്രറി ടു ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരായിരുന്നെന്നോ, അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രവൃത്തിയായിരുന്നെന്നോ അവർ ചെയ്ത സമയത്ത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കാരണം അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നുവെങ്കിൽ അത് ഇൻസാനിറ്റിയുടെ എക്സെപ്ഷൻ കിട്ടി അവർക്ക് ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിമിനൽ ലയബിലിറ്റി അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇൻസൈൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചെയ്യുന്നതെങ്കിൽ, അത് ചെയ്ത സമയത്ത് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇൻസാനിറ്റിയുടെ എക്സെപ്ഷൻ എടുക്കാം. അതിലൊരു കേസാണ്, ആ കേസ് ചോദിക്കാറുണ്ട്, ഏത് കേസാണ് ഇൻസാനിറ്റിയുടെ എന്നൊക്കെ. സെക്ഷൻ ഓർത്തിരിക്കുക, 84 ആണ് ഇൻസാനിറ്റി കേസ്. മക്നോട്ടൻസ് കേസ് എന്നാ വായിക്കുന്നത്, മക്നോട്ടൻസ് കേസ്. അപ്പൊ മക്നോട്ടൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഡാനിയൽ മക്നോട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഡിലൂഷണറി ഒരു സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു മൈൻഡിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരു വ്യക്തിയായ അയാള് പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറിനെ കൊന്നു. അപ്പൊ അങ്ങനെ അയാൾ കൊന്നപ്പോഴേക്കും അയാൾ എടുത്ത ഡിഫൻസ് അയാൾ ഇൻസൈൻ പേഴ്സൺ ആണെന്നാണ്. അങ്ങനെ ഇൻസൈൻ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ഡിലൂഷണറി സ്റ്റേറ്റ് ഉണ്ടെന്ന് കോടതിക്ക് മനസ്സിലാവുകയും ആ കാര്യം ചെയ്ത സമയത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻസാനിറ്റിയുടെ എക്സെപ്ഷൻ കിട്ടി. അയാൾ ഗിൽറ്റി അല്ല, കുറ്റക്കാരനല്ല എന്നാണ് കോടതി ഈ കേസിൽ പറഞ്ഞത്. അപ്പൊ മക്നോട്ടൻസ് കേസ് ആണ് ഇൻസാനിറ്റിയിൽ വരുന്ന കേസ് എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 84 ആണ് ഇൻസാനിറ്റി എന്ന് ഓർക്കാം. അടുത്ത എക്സെപ്ഷൻ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഡ്രങ്കൺനെസ് ആണ്. സെക്ഷൻ 85 പറയുന്നത്. ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഡ്രങ്കൺനെസ്, ആ ഒരു മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ലഹരിക്ക് അടിമയായിരുന്നു, ആ സമയത്ത് ലഹരി അവസ്ഥയിൽ ഇരുന്ന സമയത്താണ് ഞാൻ ഒരു കുറ്റം ചെയ്തതെങ്കിൽ, അതായത് നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രവൃത്തി ഒരു ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ആക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺസൗണ്ട്നെസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, അബോധാവസ്ഥയിലായിരുന്നു, അതായത് മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആക്ടിന്റെ നേച്ചർ, രീതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെ അത് റോങ് ആണോ, തെറ്റാണോ, അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണോ ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണെങ്കിൽ മാത്രമേ ഡിഫൻസ് എടുക്കാൻ പറ്റുള്ളൂ, വിത്തൗട്ട് ഹിസ് നോളജ് ഓർ അഗൈൻസ്റ്റ് ഹിസ് വില്ല്. അതായത് ഇയാൾ മദ്യലഹരിയിലായത്, ഈ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ അയാൾ ആയത് എങ്ങനെയായിരിക്കണം? വിത്തൗട്ട് ഹിസ് നോളജ്, അയാളുടെ അറിവോട് കൂടിയോ അല്ലെങ്കിൽ അയാളുടെ സമ്മതത്തോടു കൂടിയോ ആകരുത്. അതായത് ഞാൻ സ്വയമേ മദ്യം വാങ്ങി കുടിച്ചു, ഞാൻ സ്വയമേ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു കുറ്റം ചെയ്തിട്ട് അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്നുള്ള ഡിഫൻസ് എടുക്കാൻ പറ്റില്ല. നമ്മളെ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതോ നമ്മുടെ താല്പര്യത്തിന് എഗ്നിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാതെ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അല്ലെങ്കിൽ ഡ്രിങ്കിലൊക്കെ കലക്കി നമുക്ക് തരുന്നതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഡിഫൻസ് എടുക്കാവുള്ളൂ. വോളണ്ടറി ഡ്രങ്കൺനെസ്, സ്വയമേ നമ്മൾ മദ്യലഹരിയിലായിട്ട് വോളണ്ടറി സ്വമനസാലയായിട്ട് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്ത് എക്സെപ്ഷൻ ആവാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നോളജോ വില്ലോ ഇല്ലാതെ, നമ്മുടെ താല്പര്യമോ അറിവോ സമ്മതമോ ഇല്ലാതെ നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നമ്മളത് ചെയ്തത് എന്നെങ്കിൽ നമുക്ക് ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഡ്രങ്കൺനെസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 85 അണ്ടറിൽ എക്സെപ്ഷൻ കിട്ടുന്നതാണ്. രണ്ടാമത്തെ എക്സെപ്ഷൻ ആണ് കൺസെന്റ്. കൺസെന്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 87 തൊട്ട് 92 വരെയാണ്. അപ്പൊ കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സമ്മതത്തോടു കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അതുവഴിയായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ നമുക്കത് കൺസെന്റ് ഉണ്ടായിരുന്നു, അയാളുടെ സമ്മതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എക്സെപ്ഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ കൺസെന്റോട് കൂടി ഒരു ആക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഭയങ്കര ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു, അപ്പോൾ സീരിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള കാര്യം ഡോക്ടർ അവരുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ ആ ഒരു ആളോട് പറയുന്നു. ആ വ്യക്തിയോട് പറഞ്ഞു കഴിയുമ്പോഴേക്കും പ്രായപൂർത്തിയായ ഒരാളാണ്, 18 വയസ്സ് മുകളിലുണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് പറയുന്ന അനുസരിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഒരു വേ ഉള്ളൂ,
അല്ലാതൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അതനുസരിച്ച് ഡോക്ടർ ഗുഡ് ഫെയ്ത്തിൽ ആ ഒരു ബെനിഫിറ്റിന് വേണ്ടി, ഗുഡ് ഫെയ്ത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടി, കൊല്ലണം എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല, ഗുഡ് ഫെയ്ത്തിൽ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ആ ആളുടെ ബെനിഫിറ്റിന് വേണ്ടി, ആ വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ആ ഓപ്പറേഷൻ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നത്. അവരുടെ സമ്മതത്തോടു കൂടി, കൺസെന്റോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ, ഓപ്പറേഷൻ ചെയ്ത് ആൾ മരിച്ചു പോയാലും ആരവിടെ കുറ്റക്കാരനാവില്ല, ഡോക്ടർ അവിടെ കുറ്റക്കാരനാവില്ല. ഡോക്ടർ അവിടെ ഒരു ഒഫൻസും ചെയ്തിട്ടില്ല, കാരണം കൺസെന്റ് ഉണ്ടായിരുന്നു, പിന്നെ ചെയ്തത് ഗുഡ് ഫെയ്ത്തിലാണ്. ഇനി ചില സിറ്റുവേഷൻസിൽ അവിടെ കൺസെന്റ് ഉണ്ടെങ്കിലും ആ കൺസെന്റിന് വില കോടതി കൊടുക്കില്ല, അതായത് അവിടെ ആ സമ്മതം കോടതി കണക്കിലെടുക്കില്ല. സെക്ഷൻ 90 പറയുന്നുണ്ട് വാട്ട് ഈസ് നോട്ട് കൺസെന്റ്, എന്തൊക്കെയാണ് കൺസെന്റ് അല്ലാത്തത്, സമ്മതമല്ലാത്തത്. ചിലപ്പോൾ ഫിയർ ഓഫ് ഇഞ്ചുറി, എനിക്കൊരു അപകടം വരുത്തുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് എൻ്റെ അടുത്ത് സമ്മതം വാങ്ങുന്നതാണെങ്കിൽ അതൊരു സമ്മതമായിട്ട് കോടതി എടുക്കില്ല. ഇനി മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്ട്, എന്നോട് തെറ്റിച്ച് പറയുക, ആക്ച്വലി എനിക്ക് അസുഖമൊന്നുമില്ല, എന്നെ തെറ്റിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ച് സമ്മതം വാങ്ങി എന്നെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുക, എൻ്റെ അടുത്ത ഫാക്ട് തെറ്റിച്ച് പറഞ്ഞു, അപ്പൊ അങ്ങനെയാണ് എന്റെ സമ്മതം വാങ്ങുന്നതെങ്കിൽ അത് കൺസെന്റ് ആയിട്ട് കോടതി കണക്കാക്കില്ല. പിന്നെ അതോടൊപ്പം തന്നെ ചൈൽഡ് അണ്ടർ 12 years ഓഫ് ഏജ്, 12 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ അടുത്താണ് സമ്മതം വാങ്ങുന്നതെങ്കിൽ ആ സമ്മതവും വാലിഡ് ആയിട്ട് എടുക്കില്ല. പിന്നെ അതൊന്നും നിയമസാധ്യത ഇല്ല അങ്ങനത്തെ കൺസെന്റിനൊന്നും. ഇനി അൺസോൺ മൈൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ, ഇങ്ങനെ അബോധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റഡ് മദ്യലഹരിയിലായിരുന്ന ഒരു പേഴ്സന്റെ ഒക്കെ സമ്മതം വാങ്ങിയിട്ടാണ് ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ സമ്മതം ഒന്നും കോടതി ഒരു കൺസെന്റ് ആയിട്ട് കണക്കാക്കില്ല. ഇതൊന്നും കൺസെന്റ് ആയിട്ട് സെക്ഷൻ 90 പറയുന്നില്ല. അപ്പൊ കൺസെന്റോട് കൂടിയാണ് ഒരു വ്യക്തി പ്രവൃത്തി ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ കുട്ടികളാണ് എങ്കിൽ അവരുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റ് ആണ് കൺസെന്റ് കൊടുത്തേക്കുന്നതെങ്കിൽ ആ കൺസെന്റിന്റെ പുറത്താണ് ഇപ്പോൾ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തിൽ. ആ വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടി, അതായത് ആ കുട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നത് പാരന്റിന്റെ സമ്മതത്തോടു കൂടിയാണ്. ഇപ്പൊ ഡോക്ടർ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പാരന്റിന്റെ സമ്മതത്തോടു കൂടിയാണ് കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതെങ്കിൽ അതും എന്തായിരിക്കും, ഡോക്ടർ അവിടെ ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ഗുഡ് ഫെയ്ത്തിലാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ. അപ്പൊ കൺസെന്റിന്റെ കാര്യം ഇതാണ്. കൺസെന്റ് എപ്പോഴും ഒരു എക്സെപ്ഷൻ ആയിട്ട് ക്രിമിനൽ ലോയിൽ പറയുന്നുണ്ട്. അടുത്ത ജനറൽ എക്സെപ്ഷൻ സെക്ഷൻ 93 പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, അതായത് നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു സംഭാഷണം നടത്തിയതോ അതുവഴി ഒരു വ്യക്തിക്ക് ഒരു ഇഞ്ചുറി പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ക്രൈം അവിടെ വന്നാൽ അതൊരിക്കലും ഒരു ക്രിമിനൽ ലയബിലിറ്റി നമുക്ക് വരില്ല. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു വ്യക്തിയോട് പറയുന്നു, ഒരു പേഷ്യന്റിനോട് പറയുന്നു നിങ്ങൾക്ക് അസുഖമാണ്, നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പക്ഷെ അത് കേട്ടത് തന്നെ, ആ കേട്ടതിന്റെ ഷോക്കിൽ, പെട്ടെന്നുള്ള നെർവസ് ഷോക്കിൽ ആൾക്ക് എന്ത് ചെയ്തു, മരണം സംഭവിച്ചു, അറ്റാക്ക് വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, ഗുഡ് ഫെയ്ത്തിൽ ഡോക്ടർ ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചതാ, ഒരാൾക്ക് ഒരു ഇഞ്ചുറി പറ്റിയതാ. അപ്പൊ അങ്ങനെ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സെപ്ഷൻ എടുക്കാൻ പറ്റും, ഗുഡ് ഫെയ്ത്തിൽ നടത്തിയ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് സെക്ഷൻ 93 അണ്ടറിൽ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ സെക്ഷൻ 94 പറയുന്നത് കമ്പൽഷൻ ആണ്. അതായത് നമ്മുടെ താല്പര്യപ്രകാരം, എഗനിസ്റ്റ് മൈ വില്ല്, എന്റെ താല്പര്യപ്രകാരം അല്ലാതെ എന്നെ ആരെങ്കിലും കമ്പൽ ചെയ്ത് പ്രേരിപ്പിച്ച് എന്നെ കൊണ്ടൊരു കുറ്റം ചെയ്യിപ്പിക്കുന്നതാണ് എങ്കിൽ എനിക്ക് കമ്പൽഷൻ ആയിരുന്നു അതെന്നും പറഞ്ഞ് എക്സെപ്ഷൻ എടുക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ കമ്പൽഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് പറ്റില്ല. അതായത് ഞാനൊരു കൊല നടത്തിയത്, മർഡർ നടത്തിയത്, അല്ലെങ്കിൽ ഞാൻ ഒഫൻസസ് എഗനിസ്റ്റ് സ്റ്റേറ്റിന് എഗനസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിന് എഗനസ്റ്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തു, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഒരു കൊല നടത്തിയപ്പോഴോ ഒരാളെന്നെ കമ്പൽ ചെയ്തു, എന്റെ താല്പര്യപ്രകാരം അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റങ്ങൾ ചെയ്യുമ്പോൾ കമ്പൽ ചെയ്തായിരുന്നു എന്നുള്ള എക്സെപ്ഷൻ എടുക്കാൻ എനിക്ക് പറ്റില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തപ്പോൾ ഒരാൾ കമ്പൽ ചെയ്തിട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പൽഷന്റെ എക്സെപ്ഷൻ സെക്ഷൻ 94 എടുത്ത് ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്നും ഒരു എക്സെപ്ഷൻ കിട്ടുന്നതാണ്. ഇനി സെക്ഷൻ 95 പറയുന്നത് ട്രൈബൽ ആക്ട്. ട്രൈബൽ ആക്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, നുള്ളി പിച്ചി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതിന് ലോ എപ്പോഴും അതേക്കുറിച്ച് കൺസേൺ അല്ല. അപ്പൊ ആ മാക്സിം നോക്കണം. മാക്സിം ചോദിക്കാറുണ്ട് ഡി മിനിമസ് നോൺ ക്യൂറേറ്റ് ലെസ്. ഡി മിനിമസ് നോൺ ക്യൂറേറ്റ് ലെസ്. ലെസ് മീൻസ് ലോ ആണ്. അപ്പൊ മിനിമസ് പറഞ്ഞാൽ മിനിമൽ ആയിട്ടില്ല. ലോ ഡസ് നോട്ട് കൺസേൺ ഇറ്റ്സെൽഫ് വിത്ത് ട്രിപ്പിൾസ്. ഈ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ കുറിച്ച് നിയമം എന്ത് ചെയ്യുന്നില്ല, കൺസേൺ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്ന മാക്സിം ആണ് ഡി മിനിമസ് നോൺ ക്യൂറേറ്റ് ലെസ്. ഈ നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ബട്ട് ട്രൈബൽ ആയിട്ടുള്ള ആക്ട്സിനെ കുറിച്ചുള്ള എക്സെപ്ഷൻ ആണ് സെക്ഷൻ 95 പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ജനറൽ എക്സെപ്ഷൻസിൽ നോക്കിയത്. ഇനി 96 തൊട്ട് 106 വരെ പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ഇപ്പൊ തന്നെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി, അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്ഡേറ്റഡ് ആയിട്ട് എപ്പോഴും ക്ലാസ്സസ് ഇട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളത് യൂസ്ഫുൾ ആക്കുക. നിങ്ങൾക്ക് ക്ലീക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഡൗട്ട്സ് ഒക്കെ ഉള്ളവർ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.